ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബേബീസ് ബ്രീത്ത് എന്ന സസ്യത്തെ പറ്റിയാണ്. ജിപ്സോഫില പാനിക്കുലേറ്റ കുഞ്ഞിൻ്റെ ശ്വാസം. സാധാരണ ജിപ്സോഫില അല്ലെങ്കിൽ പാനിക്കൾഡ് കുഞ്ഞിൻ്റെ ശ്വാസം മധ്യ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള കാരിയോഫിലേസി കുടുംബത്തിലെ ഒരിനം പൂച്ചെടിയാണ്. 1.2 മീറ്റർ ഉയരവും വീതിയും വരെ വളരുന്ന ഒരു സസ്യമാണ് ഇത്. വേനൽക്കാലത്ത് ചെറിയ വെളുത്ത പൂക്കളുടെ മേഘങ്ങളാൽ മൂടപ്പെട്ട ശാഖകളുടെ കുന്നുകൾ ഉണ്ടാകും. ഈ പേരിൻ്റെ മറ്റൊരു സാധ്യമായ ഉറവിടം അതിൻ്റെ ഗന്ധമാണ്. ഇത് ഒരു കുഞ്ഞിൻ്റെ തുപ്പൽ പോലെ പുളിച്ച പാൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സ്റ്റെപ്പുകളിൽ വരണ്ടതും മണലും പാറയും നിറഞ്ഞ സ്ഥലങ്ങളിലാണ്. പലപ്പോഴും സുഷിരമുള്ള മണ്ണിലാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. ഈ ചെടിയുടെ മാതൃകകൾ ആദ്യം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ലിനിയേഴ്സിന് അയച്ചത് സ്വിസ് റഷ്യൻ സസ്യശാസ്ത്രജ്ഞനായ ജോഹാൻ അമ്മനാണ്. ഇത് ഒരു ജനപ്രിയ അലങ്കാര ഉദ്യാന സസ്യമാണ്. നല്ല നേർവാർച്ചയുള്ള ക്ഷാര മണ്ണിൽ നിന്നും നിഷ്പക്ഷ മണ്ണിൽ പൂർണ്ണ വെയിലിൽ വളരുന്നു. നിരവധി കൃഷി ഇനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് റോസെൻഷ്ലിയർ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് നേടി. ജിപ്സോഫില പാനിക്കുലേറ്റ പുഷ്പവ്യാപാരത്തിൽ പലപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നു. വലുതോ കൂടുതൽ ഘടനാപരമായതോ ആയ പൂക്കൾക്ക് ഫലപ്രദമായ പശ്ചാത്തലം നൽകുന്നു. പെറുവിൽ ഇത് വാണിജ്യപരമായി കൃഷി ചെയ്യുന്നു. ആ രാജ്യത്തിൻ്റെ പുഷ്പ കയറ്റുമതിയുടെ ഒരു പ്രധാന ഭാഗം ഇത് സൃഷ്ടിക്കുന്നു. ഇത് സാധാരണയായി വളർത്തുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫോർസേജുകളായി വിൽക്കുകയും ചെയ്യുന്നു. ജിപ്സോഫില പാനിക്കുലേറ്റ ഇപ്പോൾ വടക്കേ അമേരിക്കയിൽ വ്യാപകമായി കാണപ്പെടുന്നു. പാൻഡോയ അഗ്ലോമറൻസ് PV ലെസോഫിലെ വേരുകളുടെ വികസനം പൂർണ്ണമായും തടയുന്നു. പാഗ് പാൻഡോയ അഗ്ലോമറൻസ് PV ബീറ്റ എന്നിവ പിത്താശയ രൂപീകരണത്തിന് കാരണമാകുന്നു. പാഗ് പുഷ്പ വ്യവസായത്തിന് ഒരു പ്രശ്നമാണ്, ഉദാഹരണത്തിന് ഇസ്രയേലി വ്യവസായത്തിൽ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.